അമീൻ എയ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭരണഘടനയിലെ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അതിന് ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഭരണഘടനയുടെ 42nd അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചർച്ച ചെയ്യുന്നത്. PSCയുടെയും SSCയുടെയും ഒക്കെ സിലബസുകളിൽ നമുക്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 42nd അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ്? എല്ലാവരും കേട്ടിട്ടുള്ള ഭാഗമായിരിക്കും. ഭരണഘടന പഠിക്കുന്ന PSCക്ക് തയ്യാറാകുന്ന ഓരോ ആളുകളും 42nd അമെൻമെന്റ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രയും പ്രധാനപ്പെട്ട ഭരണഘടനയിൽ നമ്മൾ പൊന്നോളം വില കൽപ്പിക്കേണ്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് PSCക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. നോക്കാം നമുക്ക്. The 42nd Amendment of Indian Constitution is one of the most important and controversial amendments. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതിയാണ് ഇത്. അതോടൊപ്പം തന്നെ ദിസ് ഈസ് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ അമെൻമെന്റ്സ്, അതായത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ചുറ്റിക്കെട്ടി കിടക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയെ കുറിച്ചാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഭേദഗതി അറിയപ്പെടുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. പലതവണയായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറയുന്ന 42ാം ഭേദഗതിയാണ്. ബിക്കോസ് ഇറ്റ് മെയ്ഡ് വെരി ലാർജ് ചേഞ്ചസ്. ഇന്ത്യൻ ഭരണഘടനയിൽ വലിയ പല മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയപ്പെടുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, 1976 എന്ന് പറയപ്പെടുന്ന വർഷം നമ്മുടെ മനസ്സിൽ മായ്ച്ചു കളയാനേ പാടില്ല. 42ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ 1976 വർഷം. ആ 76 എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷമാണ്. പാസ്ഡ് ബൈ പാർലമെന്റ്, അതായത് പാർലമെന്റ് പാസ്സാക്കിയത് 1976 തന്നെയാണ്. അത് 76 തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പാസ് ചെയ്തതും 76 തന്നെയാണ്. ഡിസംബർ എന്നുള്ള ഡേറ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും അത് നോട്ട് അക്യുറേറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. എന്നാൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് 977, അടുത്ത വർഷം 977 ജനുവരി 3 ഈ നിയമം എന്ത് ചെയ്യപ്പെടുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്. ഇത് ഡ്യൂറിങ് ദ എമർജൻസി പീരീഡ് ഇൻ ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ നടക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ 1975 ജൂൺ മാസം 25-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ട് 977 വരെ നീണ്ടു നിൽക്കുന്ന 2 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻവോൾവ്ഡ്. ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പേര് മറ്റാരുടേതുമല്ല, അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. 42ാം ഭേദഗതിയുടെ കാര്യം എവിടെ പറഞ്ഞാലും അതോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട പ്രൈം മിനിസ്റ്റർ നെയിമാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയപ്പെടുന്നത്. കൂടെ അടിച്ചിരിക്കേണ്ട മറ്റൊരു പേരാണ് HR ഗോഖലെ. ആരാണ് അദ്ദേഹം? നോക്കാം. ഇൻട്രൊഡ്യൂസ് ദ അമെൻമെന്റ് ബിൽ. ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഇത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത പാർലമെന്റ് അംഗത്തിന്റെ പേരാണ് HR ഗോഖലെ എന്ന് പറയപ്പെടുന്നത്. പാർലമെന്റ് ഡൊമിനേറ്റഡ് ബൈ ദ റൂളിംഗ് പാർട്ടി സപ്പോർട്ടഡ് ഇറ്റ്സ് പാസേജ്. അതായത് അന്ന് വലിയ തോതിലുള്ള മൃഗീയമായ ഭൂരിപക്ഷമുള്ള കാലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ അന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള INCക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും ഈ നിയമം പാസ്സാക്കിയെടുക്കാനും അന്ന് വളരെ അനായാസം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്കത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് അത് പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ്, നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 42ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് ഈ 42ാം ഭേദഗതി നടക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1976. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇനി നോക്കാം മേജർ ചേഞ്ചസ്, അതായത് ഭരണഘടനയിൽ എന്തെല്ലാം മാറ്റമാണ് ഇതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം കൂട്ടിച്ചേർക്കലുകളാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ചേഞ്ചസ് ടു ദ പ്രിയാമ്പിൾ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഭരണഘടനക്കകത്ത്
നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഈ ആമുഖം വളരെ ചെറിയ ഒരു 1 പേജുള്ള കണ്ടന്റാണ് ആമുഖം എന്ന് പറയുന്നത്. ഈ ആമുഖത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു തവണ നമ്മളൊരു ചെറിയ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്, ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് ഈ 42ാം ഭേദഗതിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആഡഡ് 3 ഇമ്പോർട്ടൻ്റ് വേർഡ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, 3 വാക്കുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടേണ്ടി വന്നു. അത് ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ് അഥവാ എന്താണ് സ്ഥിതി സമത്വം എന്ന് പറയുന്ന വാക്ക്, മറ്റൊന്ന് സെക്കുലർ എന്ന് പറയുന്ന വാക്കാണ്, എന്ന് വെച്ചാൽ മതേതരത്വം എന്ന് പറയുന്ന വാക്കാണ്, മറ്റൊന്ന് ഇൻ്റഗ്രിറ്റിയാണ്, അതിന് അഖണ്ഡത എന്നാണ് മലയാളത്തിൽ പറയുക. ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആമുഖത്തിൽ ഭേദഗതിക്ക് വേണ്ടിയിട്ട് പ്രയോഗപ്പെടുത്തിയത്. പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ ഇത് ഇന്ത്യ ഈ രൂപത്തിലുള്ള രാജ്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. 42ാം ഭേദഗതിക്ക് ശേഷം ഇന്ത്യ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അതായത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് നമുക്ക് അനായാസം പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ആയത് 42ാം ഭേദഗതിക്ക് ശേഷമാണ്. നോക്കാം, നമുക്ക് രണ്ടാമത്തെ അഡീഷണൽ ആയിട്ട് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയമുണ്ട്. എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ? മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയാം. മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതി വഴിയാണ്? 42ാമത്തെ ഭേദഗതി വഴിയാണ്. അതിലൂടെ സംഭവിച്ചത് നോക്കിക്കോ, നമ്മുടെ ഭരണഘടനയിലേക്ക് ഒരു പുതിയ ഭാഗം കൂട്ടിച്ചേർക്കപ്പെട്ടു, അഥവാ 4A എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു പുതിയ ആർട്ടിക്കിൾ നിലവിൽ വന്നു. 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നിലവിൽ വന്നു. എന്ന് വെച്ചാൽ ഭാഗം 4 51ലായിരുന്നു അവസാനിച്ചിരുന്നത്, ഭാഗം 5 52ലായിരുന്നു തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ 51ൻ്റെയും 52ൻ്റെയും ഇടയിൽ ഒരു പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവരേണ്ടി വന്നു. അതായിരുന്നു 51A എന്ന് പറയപ്പെടുന്നത്. നോക്കാം നമുക്ക്. ഇൻട്രൊഡ്യൂസ്ഡ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോർ സിറ്റിസൺസ്. ഇന്ത്യയിലെ പൗരന്മാർ അനുവർത്തിച്ചു വരേണ്ട 10 മൗലിക കടമകൾ നിലവിൽ വന്നത് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ചെറിയ സംശയം വന്നേക്കാം പല ആളുകൾക്കും, മൗലിക കടമകൾ 10 ആണോ 11 ആണോ എന്ന കാര്യത്തിൽ സംശയം വന്നേക്കാം. ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുമ്പോൾ നമുക്ക് 10 മൗലിക കടമകളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അത് 86ാം ഭേദഗതിയിലൂടെ നമ്മൾ ഒരു കടമ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അത് 11ആയിട്ട് മാറിയത്. എപ്പോൾ നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് കടമകളുടെ എണ്ണം 10 എണ്ണമായിരുന്നു. ഇനി നോക്കാം മൂന്നാമത്തെ പോയിന്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്ട്രെങ്തൻഡ്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ഒന്നുകൂടെ പവർ കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യമാണ് നോക്കിക്കോ. മെയ്ഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മോർ പവർഫുൾ ദാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ സം കേസസ്. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, മൗലികാവകാശമാണ് അതിൻ്റെ നട്ടല്, ഭരണഘടനയുടെ ഏറ്റവും പ്രധാനം. നമ്മൾ പഠിക്കുന്നുണ്ട് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആണിക്കല്ലാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും മാർഗനിർദ്ദേശക തത്വങ്ങൾക്കും അതിൻ്റെതായ പവർ ഉണ്ട് ഭരണഘടനക്കകത്ത്. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ മുകളിലാണെന്ന് തോന്നിപ്പോകും. അത് തോന്നിപ്പോകാൻ കാരണം ഈ 42ാം ഭേദഗതിയാണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. മറ്റൊന്ന് നോക്കിക്കോ, ആഡഡ് DPSPs എന്നാണ്, പുതിയ DPSPകൾ, അതായത് പുതിയ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 39A പോലെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 48A പോലെയുള്ള പുതിയ ആർട്ടിക്കിൾസ് ഒക്കെ നിലവിൽ വന്നത് ഈ പറയുന്ന 42ാം ഭേദഗതിയിലൂടെയാണ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് തുല്യനീതിയും അതോടൊപ്പം തന്നെ സൗജന്യ നിയമസഹായം ഓഫർ ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ 39A. അത് നിലവിൽ വരുന്നത് ഈ ഭേദഗതി വഴിയാണ്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒന്ന് ബലപ്പെടാൻ അത് കാരണമായി. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ പരിസ്ഥിതി പ്രൊട്ടക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 48A നിലവിൽ വന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, അതായത് തൊഴിലാളികൾക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ എന്ത് വേണം, പങ്കാളിത്തം അഥവാ ഷെയർ കൊടുക്കണമെന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നതൊക്കെ എത്രാമത്തെ ആർട്ടിക്കിളിൽ ഏത് ഭേദഗതി വഴിയാണ്? 42ാമത്തെ ഭേദഗതി വഴിയാണ് എന്നുള്ളതും ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ് നോക്കാം, ടെന്യൂർ ചേഞ്ചസ്, അതായത് കാലാവധിയിൽ മാറ്റം സംഭവിച്ചു. എന്താ കാലാവധിയിൽ മാറ്റം സംഭവിച്ചത്? ഇൻക്രീസ്ഡ് ടേം ഓഫ് ലോക്സഭ ഫ്രം 5 to 6. ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി മാറ്റിയത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, ലോകസഭയുടെ കാലാവധി 5 വർഷമല്ലേ? ആണ്,
പക്ഷേ ഓർത്തിരിക്കുക, 42ാമത്തെ ഭേദഗതിയിലൂടെ നമ്മൾ അങ്ങനെ ഒരു മാറ്റം ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നടത്തി. 5 കൊല്ലം എന്നുള്ളത് 6 കൊല്ലം, അതിന് ചെറിയ പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. 6 വർഷത്തേക്ക് അത് വർദ്ധിപ്പിച്ചെങ്കിലും ഓർത്തിരിക്കുക, പിന്നീട് വന്ന 44ാമത്തെ ഭേദഗതിയിലൂടെ 1978 മൊറാർജി ദേശായി അത് തിരിച്ച് 6 വർഷത്തിൽ നിന്ന് 5 വർഷത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 5 വർഷത്തേക്കുള്ള ഗവൺമെൻറ്റുകളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകസഭയെ കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ഒരു വർധനവ് 42ാമത്തെ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഈ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. നോക്കിക്കോ, ജുഡീഷ്യൽ പവേഴ്സ് എന്താണ് കർട്ടൈൽഡ്, അതായത് ജുഡീഷ്യൽ പവർ വെട്ടിച്ചുരുക്കി. ഏത് കാര്യത്തിൽ? റെഡ്യൂസ്ഡ് പവർ ഓഫ് കോർട്സ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ. നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആർട്ടിക്കിൾ 13 പ്രകാരം എന്താണ്, കോടതികൾക്ക് പുനഃപരിശോധനാ അധികാരം കൊടുക്കുന്ന ഒരു പദവിയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അവിടെ ചെറിയൊരു നിയന്ത്രണം വരുത്താൻ 42ാമത്തെ ഭേദഗതി കാരണമായി. കാരണം ഏത് ബില്ല് പാസ്സാക്കുമ്പോഴും പരാതികൾ വന്നു കഴിഞ്ഞാൽ കോടതിക്ക് പരിശോധിക്കാനും, അത് പരിശോധിച്ചുകൊണ്ട് അതിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ കോടതിക്ക് അത് പരാമർശിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ്, ഗവൺമെൻറ് അത് തിരുത്തേണ്ട ഒരു സാഹചര്യം ജുഡീഷ്യൽ റിവ്യൂവിനുണ്ട്. പക്ഷേ ഇങ്ങനെ കോടതി കൂടുതൽ ഇടപെടുമ്പോൾ അത് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തി. പരിധി വിട്ട് ആരിടപെടേണ്ടതില്ല, കോടതി ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം ഇതിനെതിരെ എടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത് ഇതിനകത്ത് ജുഡീഷ്യൽ പവർ വെട്ടിച്ചുരുക്കിയതിൻ്റെ ഭാഗമാണ്. മേഡ് ഇറ്റ് ഹാർഡർ ടു ചലഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. അതായത് ഭരണഘടനാ ഭേദഗതി വരുത്തുന്ന സമയത്ത് കോടതി വല്ലാണ്ട് അങ്ങനെ ഇടപെടേണ്ടതില്ല, അത് പാർലമെൻറ്റ് തീരുമാനിച്ചാൽ മതി എന്ന കാര്യമാണ് അതിലെടുത്തത്. മറ്റുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ശക്തമായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഭരണഘടനയിൽ ഭേദഗതി വരുത്തുകയാണെങ്കിൽ അതിൽ പരിധി വിട്ട് കോടതിയുടെ അധികാരം പാർലമെൻറ്റിന് മേൽ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ഈ 42ാമത്തെ ഭേദഗതിയിലൂടെയാണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. മറ്റൊരു പോയിന്റ്, സെൻറ്റർ മെയ്ഡ് സ്ട്രോങ്ങർ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും കൂടെ അധികാരത്തിൽ കൂടുതൽ പവർ സെൻട്രൽ ഗവൺമെൻറ് വരുന്ന സാഹചര്യം വന്നു. നോക്കിക്കണേ, ഇൻക്രീസ്ഡ് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓവർ സ്റ്റേറ്റ്സ്. നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഭരണഘടനയുടെ പ്രത്യേക ഭാഗമായിട്ട് തന്നെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ പവർ കൂടുതൽ ആർക്ക് വേണം? കേന്ദ്ര ഗവൺമെൻറ് വേണം. സ്റ്റേറ്റുകൾക്ക് അത്ര പവർ വേണ്ട എന്ന് തീരുമാനിച്ചത് ഭരണഘടനയുടെ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഷിഫ്റ്റഡ് സം സബ്ജക്ട്സ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ്. നമുക്കറിയാം ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിനകത്ത് നമുക്ക് ആർട്ടിക്കിൾ 246 നമുക്ക് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വകുപ്പുകളെല്ലാം 3 തരം ലിസ്റ്റാക്കിയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ യൂണിയൻ ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ് യൂണിയൻ ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ വകുപ്പുകളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ, കൺകറന്റ് ലിസ്റ്റ് ഇരു കൂട്ടർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുമുള്ള ചില വകുപ്പുകൾ, അതായത് വിദ്യാഭ്യാസം പോലെ, വനം പോലെയുള്ള ചില വകുപ്പുകളൊക്കെ 5 വകുപ്പുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എടുത്തിട്ട് നേരെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കേന്ദ്ര ഗവൺമെൻറ് അന്ന് കേന്ദ്രത്തിന് പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് മാത്രം അധികാരമുണ്ടായിരുന്ന വിദ്യാഭ്യാസം മാറിയിട്ട് നേരെ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും അധികാരമുള്ള ഭാഗമായിട്ട് മാറി. ഇത് 42ാം ഭേദഗതിയിലൂടെ ലിസ്റ്റിൽ ചെറിയ മാറ്റം വരുത്തി. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വകുപ്പുകൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. കൺകറന്റിലേക്ക് വരുമ്പോൾ ഗുണം കേന്ദ്രത്തിനും കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാം എന്നുള്ളതാണ് ആ പോയിന്റിൻ്റെ പ്രത്യേകത. നോക്കാം നമുക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിലെ തർക്ക പരിഹാര സെല്ലുകൾ, അത് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ ഇതൊരു കാരണമായി. പ്രൊവൈഡഡ് ഫോർ ക്രിയേഷൻ ഓഫ് ട്രൈബ്യൂണൽസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര സെല്ലുകൾ കൊണ്ടുവരാൻ ഈ ഭേദഗതി അതിന് കാരണമായി. എമർജൻസി പ്രൊവിഷൻസ് സ്ട്രെങ്തൻഡ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയിൽ ഒന്നും കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ചും കൂടെ പവർ കിട്ടുന്ന രൂപത്തിൽ ഈ ഭേദഗതി ഒരു കാരണമായിട്ട് മാറി. കാരണം നമുക്കറിയാം ഈ ഭേദഗതി നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ നിയമത്തിലും ചെറിയ കാര്യങ്ങളിൽ കുറച്ച് പവർ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കാൻ ഈ ഭേദഗതി കാരണമായി. മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഡിക്ലെയർ ആൻഡ് കൺട്രോൾ എമർജൻസീസ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു? എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അത് കൺട്രോൾ ചെയ്യാനും അധികാരം തീർത്തുമാർക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതൊന്നും കൂടെ എളുപ്പത്തിലാക്കാൻ 42ാമത്തെ ഭേദഗതി കാരണമായി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്ന് നോക്കിക്കോ, എന്തുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാനുള്ള കാരണം? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇതിനെ വിളിക്കാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ചേഞ്ച്ഡ് മെനി പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വൺസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഈ ഭേദഗതിയിലൂടെ
സംഭവിച്ചത്. സാധാരണ ഒരു ഭേദഗതിയിൽ 1 2 ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു അഴിച്ചുപണി തന്നെ നടത്തിയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. പ്രിയാമ്പിളിൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, ജുഡീഷ്യറിയിൽ ഇവിടെയൊക്കെ മാറ്റം വരുത്താൻ എത്രാമത്തെ ഭേദഗതി കാരണമായി? 42ാമത്തെ ഭേദഗതി കാരണമായി. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രത്യേകം വിളിക്കപ്പെടാനുള്ള കാരണമെന്ന് അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കിയിട്ട് പോവുക. ചില വിമർശനങ്ങളൊക്കെ, ക്രിറ്റിസിസങ്ങളെല്ലാം ഈ ഭേദഗതിക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കേട്ട സമയത്ത് മനസ്സിലാവും ഇതൊക്കെ വേണ്ടതുണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ക്രിറ്റിസിസങ്ങൾ പലതും വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൽ പ്രധാന ക്രിറ്റിസിസം നോക്കിക്കോ. സീൻ ആസ് ആൻ അറ്റംപ്റ്റ് ടു ഇൻക്രീസ് എക്സിക്യൂട്ടീവ് പവർ. അതായത് ഭരിക്കുന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരം കിട്ടുന്നുണ്ടോ, കോടതിയേക്കാൾ പവർ ഭരണകൂടത്തിന് വരുന്നുണ്ടോ എന്ന രൂപത്തിൽ ഒരു ക്രിറ്റിസിസം ആ സമയത്ത് ഉയരുകയുണ്ടായി. മറ്റൊന്ന്, പാസ്ഡ് ഡ്യൂറിങ് എമർജൻസി. ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. സോ ഡെമോക്രാറ്റിക് ഡിബേറ്റ് വാസ് ലിമിറ്റഡ്. അതായത് ജനാധിപത്യ തരത്തിലുള്ള സംവാദങ്ങൾ നമുക്ക് ആ സമയത്ത് നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പ്രതിഷേധിച്ച ആളുകൾക്കൊക്കെ പലർക്കും ജയിൽവാസം അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ആ രൂപത്തിലൊരു ജനാധിപത്യ രൂപത്തിൽ 100% സംതൃപ്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമല്ല എന്ന ആ സമയത്ത് ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, മെനി പ്രൊവിഷൻസ് വെർ ലേറ്റർ കറക്റ്റഡ് ബൈ ദ 44th അമെൻമെൻറ്റ്. ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ശേഷം വന്ന ഗവൺമെൻറ്, അതായത് മൊറാർജി ദേശായി ഗവൺമെൻറ് 1978 നമ്മുടെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പല ഭേദഗതി നിയമങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വർഷത്തെ 44ാം ഭേദഗതിയിൽ അവയെല്ലാം നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്സഭയുടെ കാലാവധി 6 വർഷം എന്നുള്ളത് തിരിച്ച് 5 വർഷത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്തരം വിമർശനങ്ങളൊക്കെ ഈ ഭേദഗതി നേരിട്ടിട്ടുണ്ട്. വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോ പോയിന്റ് കൊണ്ടുവരുന്ന സമയത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട്, മൗലികാവകാശത്തിന് വിമർശനം ഉണ്ടായിട്ടുണ്ട്, മാർഗനിർദ്ദേശത്തിന് വിമർശനം ഉണ്ടായിട്ടുണ്ട്, പല ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ അതിനും വിമർശനം ഉണ്ടായിട്ടുണ്ട്. പുതിയ കാലഘട്ടങ്ങളിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ ആ സമയത്ത് നമ്മൾ വിമർശനം കണ്ടിട്ടുണ്ട്. അപ്പോൾ വിമർശനം എല്ലാ സമയത്തും ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അത് പോസിബിൾ ആണ് എന്നുള്ളതും കൂടെ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ട് പോവുക. നോക്കാം, നമുക്ക് നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് 42ാം ഭേദഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കണ്ടന്റാണ് നമുക്ക് ഭരണഘടനയിലെ 42ാം ഭേദഗതി എന്ന് പറയപ്പെടുന്നത്. ഇത് നമ്മൾ വിശാലമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. വ്യക്തിത്വങ്ങളുടെ പേര് പഠിച്ചു വെക്കുക, വർഷങ്ങൾ പഠിച്ചു വെക്കുക, അതിനകത്ത് ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഓരോ പോയിന്റ്സ് നമ്മൾ ഓരോന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് SSCക്കും അതുപോലെ തന്നെ PSCക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എയ്സിൻ്റെ ചാനലിൻ്റെ കൂടെ കൂടുക. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുപോലെ മറ്റെല്ലാ സബ്ജക്റ്റുകളും പഠിച്ചെടുക്കാവുന്നതാണ്. താങ്ക് യു.